പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കർത്താവേ? നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പം വേറെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. അപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ പൂങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോകുന്നതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയും ഈ ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലോ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ അതിന് വേറെ ഒരു കാര്യം ചോദിച്ച പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി, ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ല ഭേദമെന്ന്. എൻ്റെ മക്കളെ, അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയും, ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി. ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ച ആളാണ് കൃപാസനത്തിൽ. സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി അവർക്ക് ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോഴേ കർത്താവ്, പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്, ഭാര്യ ഭർത്താവ് ബന്ധം അല്ല ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കണത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്കാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടിയെ അല്ല നമ്മൾ സംശയത്തിൽ നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ, എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടു ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഈശോയ്ക്കും ദൈവമാതാവിനും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിൽ ഞാൻ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷെറിൻ, ഇതെൻ്റെ ഭർത്താവ് റീഗൻ, ഇത് ഞങ്ങളുടെ മകൻ, രണ്ടാമത്തെ മകൻ മാർസലിൻ. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക്
ലഭിച്ച ഒരു അനുഗ്രഹത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ വരുന്നത് വൈപ്പിൻ പെരുമ്പള്ളി തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അത്ഭുതം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 22-ാം തീയതി എൻ്റെ മകന് പനി വന്നു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന വ്യക്തികളാണ്. അന്നത്തെ ദിവസം രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മകൻ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. വൈകുന്നേരം വരുന്നത് പനിയായിട്ടാണ്. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ മകന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻ കൊടുത്തെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ നിന്ന് മരുന്ന് വാങ്ങി മകന് കൊടുത്തു. ഹസ്ബൻഡ് അന്ന് ലീവ് എടുത്തു. എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം വലിയ കുഴപ്പങ്ങളും ഇല്ലാതെ പോയി. പിറ്റേ ദിവസം ഞാൻ ലീവ് എടുത്തു. ഹസ്ബൻഡിനോട് പറഞ്ഞു, ജോലിക്ക് പോയിക്കോ, ഇന്ന് ഞാൻ മോനെ നോക്കിക്കോളാം. ഉച്ചവരെ നോക്കിയിട്ടും അവന് പനി കുറയാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് 2 മക്കൾ വേറെയുണ്ട്. 3 പേരും ചെറുതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡാഡിനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയി. ഡോക്ടർ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ പറഞ്ഞു, മകന് പനി വളരെ കൂടുതലാണ്, അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ വീടിനടുത്തുള്ള തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ മകനെയുമായിട്ട് പോയി. എനിക്ക് അവനെ എടുക്കാൻ കയ്യിൽ കോരിയെടുത്താണ് ഞാൻ മകനെയും കൊണ്ട് പോയത്. അത്രയും അവൻ്റെ സിറ്റുവേഷൻ ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇത് മെനിഞ്ചൈറ്റീസ് ആകാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലൂടെ പോയി, ഇങ്ങനെ വരാൻ യാതൊരു കാരണവുമില്ല, ഇത് ഞങ്ങൾക്ക് ഇങ്ങനൊരു രോഗം ദൈവം വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലൂടെ പോയിരുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല എന്ന് എന്നെ മനസ്സിൽ പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ ആയിരുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്കിത് സാധിക്കില്ല, നിങ്ങൾ എറണാകുളത്തുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ അറിയിച്ചു. ഹസ്ബൻഡ് വേഗം ജോലി സ്ഥലത്തു നിന്ന് എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. വൈകുന്നേരമായി. അവർ കാഷ്വാലിറ്റിയിലാണ് നമ്മളെടുത്തത്. അവിടെ ചെന്നപ്പോഴും അവർ ഇത് തന്നെ നമ്മളോട് പറഞ്ഞു, ഇത് മെനിഞ്ചൈറ്റീസ് ആകാനാണ് സാധ്യത, കൊച്ചിൻ്റെ കൗണ്ട് കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. ഞങ്ങൾ ഓക്കെ അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. അതൊരു 24-ാം തീയതി ആയിരുന്നു, ഫ്രൈഡേ. അങ്ങനെ ഡോക്ടേഴ്സ് വന്നു, നമ്മളെ കണ്ടു. രാത്രി ആയതുകൊണ്ട് അവർ പറഞ്ഞു, നമുക്ക് പിറ്റേ ദിവസം കുറച്ച് ടെസ്റ്റുകൾ നടത്തണം, അതുകൊണ്ട് കുട്ടീനെ ICUയിലോട്ട് മാറ്റണേണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ഒരു പരീക്ഷയുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജോലിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു എക്സാമാണ്. ഞാൻ രാവിലെ 7 മണിയായപ്പോൾ എൻ്റെ ട്യൂട്ടറെ സാറിനെ വിളിച്ച് പറഞ്ഞു, സാറേ എൻ്റെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എനിക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല, അത് ഗവൺമെൻറ് സർവീസിലുള്ള അധ്യാപകർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അടുത്ത പ്രാവശ്യം എഴുതിക്കോളാം എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നീട് എൻ്റെ വേറൊരു സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഷെറിൻ ഇവിടെ വന്നാൽ മതി, 9:30 എത്തണം എന്നാണ് ഇൻസ്ട്രക്ഷൻ, ഷെറിൻ 11 മണിക്ക് വന്നാൽ മതി, പരീക്ഷ എഴുതിയിട്ട് പോയിക്കോ, ഇനി 6 മാസം കഴിഞ്ഞേ വിളിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരാൻ സാധിക്കില്ല, എൻ്റെ മോന് ഇങ്ങനെ അസുഖമായിട്ടിരിക്കണേണ്. അവർ പക്ഷേ എന്നെ നിർബന്ധിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും പോയി എഴുതിക്കോ. അങ്ങനെ ഞാൻ മനസ്സോടെ അന്ന് ആ പരീക്ഷ എഴുതാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ഇവൻ ICUയിലാണ്. ടെസ്റ്റുകളൊക്കെ നടത്തി. ഇവൻ്റെ ബാക്ടീരിയൽ കൗണ്ട് 322 ആണെന്ന് പറഞ്ഞു, വളരെ കൂടുതലാണ്. ഇവൻ ആ ദിവസം മുതൽ ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കണേണ്. ഇവൻ്റെ ഓർമ്മയും എല്ലാം കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഇവൻ അന്ന് ശനിയാഴ്ച ഞങ്ങളോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് നിർബന്ധിച്ച് എന്തെങ്കിലും കൊച്ചിന് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ കൊടുത്തോ, പക്ഷേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അന്ന് അവന് കുറച്ച് ഭക്ഷണം വൈകുന്നേരം കൊടുത്തു. സൺഡേ സെയിം പോലെ തന്നെ ഇവന് ഓർമ്മയൊന്നുമില്ല. വൈകുന്നേരം ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവന് കുഴപ്പമില്ല, എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം വേണമെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ പകുതി ബണ്ണാണ് ഞാൻ അന്ന് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇവന് ഉറങ്ങിപ്പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും
കഞ്ഞി കൊണ്ടുവന്നു. അവർ പറഞ്ഞു കൊടുക്കണ്ട, എന്നാലും എൻ്റെ മനസ്സിന് ഇത്രയും ദിവസം കൊച്ചു ഭക്ഷണം കഴിക്കാത്തൊരു അവസ്ഥ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിനൊരു വിഷമമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ 2 സ്പൂൺ കഞ്ഞി മോന് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. ICU തന്നെയാണ് അന്ന്. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു വേണ്ട, എന്നാലും ചേച്ചി പയ്യെ ഇത്തിരി എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 സ്പൂണൊന്നും അവൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അവൻ്റെ കണ്ണടഞ്ഞതാണ്. പിന്നെ അവൻ കണ്ണ് തുറന്നിട്ടില്ല. പിറ്റേ ദിവസം 27-ാം തീയതി രാവിലെ ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞു കൊച്ചിന് MRI എടുക്കണം, കൊച്ചിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ ഇവന് അനസ്തേഷ്യൊന്നും ആവശ്യം വന്നില്ല. സാധാരണ MRIക്കൊക്കെ എടുക്കുമ്പോഴേക്കും അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും. ഇവൻ പൂർണ്ണ അബോധാവസ്ഥയിലായിരുന്നു. MRI എടുത്തു. വൈകുന്നേരമായപ്പോൾ അവർ റിസൾട്ട് പറഞ്ഞു. കൊച്ചിൻ്റെ തലയിൽ വിങ്ങലുകൾ കാണുന്നുണ്ട്, അതുപോലെ കുറേ പാച്ചസ് കാണുന്നുണ്ട്. ഇത് സ്ട്രോക്ക് ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞു നമ്മളോട്. അതുകൊണ്ടാണ് കൊച്ചി ഇത്ര ബോധാവസ്ഥയിലും ശരീരം അനങ്ങാതെ ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയതെന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അവർ തുറന്നൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര, ഞാൻ ആ സമയത്തെല്ലാം മാതാവിനോട് ഈശോവിനോട് മുട്ടിപ്പായി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേണ്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു ഈ ഡോക്ടേഴ്സ് എന്താ ഇത്രമാത്രം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നത്. എൻ്റെ മനസ്സിൽ പറഞ്ഞു കൊച്ച് 3-ാം ദിവസം കണ്ണ് തുറക്കും. അതെനിക്ക് ഭയങ്കര ബോധ്യമായിരുന്നു. ആ വിശ്വാസം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചിയും ഭർത്താവും വിദേശത്താണ്. ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, ചേച്ചിയും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, നീ എങ്ങനെയാണെങ്കിലും കൃപാസനത്തിൽ പോയി മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, ഈശോനോട് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പത്രമൊന്നുമില്ല, ഇവിടുത്തെ ഒരു രേഖകളും ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ പോകുമെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ എൻ്റെ മമ്മിനെ വിളിച്ചു പറഞ്ഞു, മമ്മി ഇങ്ങനെ അലമാരയിൽ ഞാൻ കൃപാസനത്തിൽ രേഖകൾ വെച്ചിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 28-ാം തീയതി ഹസ്ബൻഡ് വെളുപ്പിനെ പോയി അവിടുത്തെ രേഖകൾ എടുത്തുകൊണ്ട് വന്നു. ഉടമ്പടി പത്രത്തിൻ്റെ രേഖകൾ എടുത്തുകൊണ്ട് വന്നു. ഞാൻ എൻ്റെ ബ്രദറുമായി അന്ന് രാവിലെ ഇവിടെ എത്തി. ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മയ്ക്കല്ലേ ഒരു അമ്മയുടെ വേദന അറിയുള്ളൂ. എൻ്റെ മകനെ നഷ്ടപ്പെടുന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അമ്മയും ഈ ഒരു ഈശോൻ്റെ പീഡാനുഭവ സമയത്ത് അമ്മ സഹിച്ച അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നെ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയം ഈശോ പീഡാനുഭവ സമയത്ത് മാതാവിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ പല കാര്യങ്ങളും നമ്മൾ ബൈബിളിലൂടെ വായിച്ചിട്ടുണ്ട്. ഉണ്ണിയായി പിറന്ന ആ സമയം മുതൽ ആ മരണസമയം വരെയുള്ള അമ്മയുടെ ഓർമ്മകൾ, അതുപോലെ എൻ്റെ മനസ്സിലൂടെ എൻ്റെ മകൻ്റെ എനിക്ക് ജനിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയ ആ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലൂടെ പോയി. ഞാൻ അമ്മനോട് പറഞ്ഞു മെയ് 25-ാം തീയതി ഞാനിവിടെ വന്ന് സാക്ഷ്യം ചെയ്യും, പക്ഷേ ഞങ്ങൾക്കന്ന് സാധിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് 2-ാം തീയതി ഇവൻ്റെ ബർത്ത്ഡേ ആണ്, ജൂൺ 2-ാം തീയതി ബർത്ത്ഡേ ആണ്, അന്ന് നമുക്ക് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ മടങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയത്. ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് വേണം. അപ്പം ഞാൻ കൊച്ച് വെൻറ്റിലേറ്ററിലായ ഫോട്ടോയും അതുപോലെ തന്നെ ഇവൻ്റെ സിറ്റുവേഷൻ എഴുതിയ രേഖകൾ അച്ഛനെ കാണിച്ചു. അച്ഛൻ അത് തൈലം പൂശി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് പോയി ബ്ലെസ് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നെ തിരിച്ചു വിട്ടു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടേഴ്സ് വന്നു. ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു 322 ആയിരുന്ന ബാക്ടീരിയ കൗണ്ട് വെറും 36 കുറഞ്ഞു. ഇത് മാതാവ് എൻ്റെ മോനെ അപ്പം തന്നെ തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായി ഞങ്ങളിതിനെ കാണുന്നു. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി എടുക്കാൻ പോണേണ്, രാവിലെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോകും. ഞാൻ പറഞ്ഞു ധൈര്യത്തോടെ പോയിക്കോ, മാതാവ് നമ്മളെ കാത്തോളൂ, ഈശോ നമ്മളെ കാത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഹസ്ബൻഡ് രാവിലെ വെളുപ്പിനെ ഇവിടെ എത്തി ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം എൻ്റെ മകൻ കണ്ണു തുറന്നു. ഡോക്ടേഴ്സ് അത് വലിയൊരു അത്ഭുതമായിട്ടാണ് കണ്ടത്. അവർ പറഞ്ഞു ഇത്രയും പെട്ടെന്നുള്ള റിക്കവറി
ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത്ര ഹെവി ഫീവർ ആയിരുന്നു. നമ്മളോട് ഇൻഡയറക്റ്റ്ലി പല ആൾക്കാരും, അതായത് ഹസ്ബൻഡിൻ്റെ ഓഫീസിലുള്ള സാറിൻ്റെ സിസ്റ്റർ, അവിടുത്തെ ഡോക്ടറാണ്, അവർ നമ്മളോട് പറഞ്ഞത് ഒരു മിറാക്കിൾ നടക്കണം, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണേ, ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ എന്നാണ് പറഞ്ഞത്. ഒരു മിറാക്കിൾ നടന്നാൽ മാത്രമേ നിങ്ങളുടെ മോനെ ഇനി തിരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെ ഒരു മിറാക്കിൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. അങ്ങനെ കൊച്ച് കണ്ണ് തുറന്നു. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്ന് അപ്പോൾ സിസ്റ്റേഴ്സ് നമ്മളോട് പറയും, ഇങ്ങനെ അസുഖം വന്ന കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം, ചിലപ്പോൾ കണ്ണിന് കാഴ്ച പോകും. അങ്ങനെയാണ് ഇവിടുന്ന് പല കുട്ടികളും പോയിരിക്കുന്നത്. ചെവി കേൾവി കുറവുണ്ടാവാം, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ഓർമ്മയുണ്ടാവില്ല. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ മാതാവും ഈശോയും എൻ്റെ മകനെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതുപോലെ അവന് ഡേ ബൈ ഡേ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു. രാവിലെ എത്ര നേരത്തെ ഞങ്ങൾ എഴുന്നേച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലത്തെ അച്ഛൻ്റെ ടോക്ക് കേൾക്കും, ഞങ്ങൾ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കും. തിരികെത്തിച്ച് ഹോസ്പിറ്റലിൽ വൈകുന്നേരം ഞങ്ങൾ മുഴുവൻ പ്രാർത്ഥനയിലായി. നമുക്ക് ഇനി വേറെ ഒന്നും ശരണപ്പെടാനില്ല, ദൈവവും മാതാവും മാത്രവും നമുക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിനും മാതാവിനും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കൊച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു. പക്ഷേ അവൻ തല നിവർത്താനോ അവന് ഇരിക്കാനോ ഒന്നും ശേഷിയുണ്ടായിരുന്നില്ല. പിന്നെ അവർ നമ്മളോട് പറഞ്ഞു, നമുക്കൊരു സെക്കൻഡ് MRIയും കൂടി എടുക്കണം, കാരണം ഇനി എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവർ നമ്മളോട് തീർത്തും പറഞ്ഞു, കഴിഞ്ഞ MRIയിൽ കണ്ട ഈ പറയുന്ന നീർക്കെട്ടലുകളും അതുപോലെ തന്നെ പാച്ചസ് എന്ന് പറയുന്ന സ്ട്രോക്ക് പോലെയുള്ള ബ്ലഡ് കോട്ടിങ്ങും പോകാൻ ഒരു സാധ്യതയുമില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, അത് സാവധാനം സമയമെടുത്തേ പോകുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ MRIക്ക് 11/5 എന്ന് പറയും കഴിഞ്ഞ മെയ് മാസം നമ്മൾ MRI എടുത്തു. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വലിയൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇടവരുത്തണേന്ന് മാതാവിനോട് ഈശോനോട് ഞാൻ കൈയുരുത്തി പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. MRI കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് മാറ്റി. വൈകുന്നേരം ആയപ്പോൾ ഡോക്ടേഴ്സ് കുറവുണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ, അവളെ ജൂനിയർ ഡോക്ടേഴ്സ്. പിറ്റേ ദിവസം നമ്മൾ ന്യൂറോ ഡോക്ടറിനെ കാണാനായിട്ട് പറഞ്ഞു. അങ്ങനെ ന്യൂറോ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ നമ്മളെ കമ്പയർ ചെയ്ത് കാണിച്ചു തന്നു. ആദ്യം എടുത്ത MRIയും രണ്ടാമത്തെ എടുത്ത MRIയും. ആദ്യത്തെ MRIയിൽ ഇന്ന പ്രശ്നങ്ങളെല്ലാം കാണിച്ചു തന്നു. രണ്ടാമത്തെ MRIയിൽ കൊച്ചിന് പൂർണ്ണ സൗഖ്യം തന്ന് ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു. പിന്നെ അവർ പറഞ്ഞു, മോന് യാതൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. എന്നാലും കൊച്ചിന് കാല് കുത്തി നടക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇത്രയും ദിവസം ICUലും ഒക്കെ ആയതുകൊണ്ട് അവന് അതിൻ്റേതായ മസിൽ പവറൊക്കെ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ കൃപാസനത്തിൽ എപ്പോഴും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആൻറ്റി, അവർ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റിയാണ്. അന്നത്തെ ഒരു ദിവസം, ഒരു സാറ്റർഡേ, അവർ ഞങ്ങളുടെ മകന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ മകന് വേണ്ടി അവർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വൈകുന്നേരം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ സമയത്ത് അവർ വീട്ടിലേക്ക് കയറി വന്ന് മാതാവിൻ്റെ തൈലം കൊച്ചിൻ്റെ ശിരസിലും കയ്യിലും കാലിലെല്ലാം പ്രാർത്ഥിച്ച് തേച്ച് ധൈര്യമായിരിക്കാൻ പറഞ്ഞു. എനിക്കിവിടുത്തെ നൊവേന പുസ്തകം തന്നു, എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് മോൻ നടന്നു വന്നതായിട്ട് എനിക്ക് കണ്ടു. അപ്പോൾ ഇത് മാതാവ് എൻ്റെ മോന് ഇത്രയും പെട്ടെന്ന്, സമയക്കുറവിൻ്റെ മാതാവ് പെട്ടെന്ന് എൻ്റെ മോനെ സുഖപ്പെടുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവം തന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 2022 ഓഗസ്റ്റ് 8 ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ക്വാളിഫൈഡ് ആകണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ 2 തവണ പരീക്ഷ എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല. 3ാമത്തെ തവണ ഞാൻ പരീക്ഷ എഴുതി റിസൾട്ട് കാക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. റിസൾട്ട് 31-ാം തീയതി വന്നു. അത്ഭുതകരമായി മാതാവ് എന്നെ പാസ്സാക്കി. ഈശോയും മാതാവും എന്നെ ആ ഒരു എക്സാം പാസ്സാകാനായിട്ട് സഹായിച്ചു. ഇത് നോട്ട് ബൈ, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ടോക്കിൽ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ വർഷം തന്നെ എറണാകുളത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ആഡ്
വന്നു. അവിടെ ഒരു അധ്യാപികക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞു, ഗസ്റ്റാണ്. എനിക്ക് അവിടെ ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ കയ്യിൽ കാശുരൂപവും മാതാവിൻ്റെ തൈലമൊക്കെ പൂശി കയ്യിൽ കാശുരൂപവും കൊണ്ടാണ് ഞാനന്ന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ഇൻ്റർവ്യൂവിൽ ഒരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പോസ്റ്റിൽ ഗസ്റ്റായിട്ട് എന്നെ ആദ്യം നിയമിച്ചു. അതിനുശേഷം അതേ സെയിം വർഷം തന്നെ അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ വിളിച്ചു. മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യമായ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഉടനീളം ഉണ്ടായിരുന്നു. അനേകായിരം ആൾക്കാർ, മീൻസ് തിരുവനന്തപുരം മുതലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വന്നു. ഒരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പോസ്റ്റിലേക്ക് മാതാവും ഈശോയുമാണ് എന്നെ കൈ പിടിച്ച് ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ എപ്പോഴും ആദ്യം എനിക്ക് പല വീഴ്ചകളും വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ പൂർണ്ണമായി എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനെല്ലാം ഞാൻ മാതാവിനോട് ഈശോനോട് ഞാൻ ഈ ഒരവസരത്തിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. ഇനി എൻ്റെ ജീവിതം മാതാവിനും ഈശോയ്ക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് പത്രം കൊടുക്കാൻ ആദ്യമൊക്കെ എനിക്ക് മുഴുവൻ സാധിച്ചിട്ടില്ല. ഈ ഒരു അനുഭവത്തിന് ശേഷം എനിക്ക് കിട്ടിയ 3 കെട്ട് പത്രമാണ്. അത് ഞാൻ എല്ലാവർക്കും കൊടുത്തു തീർത്തു. പാവങ്ങൾക്ക് ഭക്ഷണം എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു ദിവസം പോലും എത്ര വൈകിയാലും ഞാൻ 7:30 എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന എത്തിയിരിക്കും. ഒരു കുടുംബത്തിൻ്റെ ബലമാണ് കുടുംബ പ്രാർത്ഥന എന്നുള്ളത് കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. രാവിലെ അച്ഛൻ്റെ ടോക്കും അതുപോലെ 5:30 തന്നെ ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ആ സമയത്തും മകനും ഞങ്ങളുടെ ഒപ്പം വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ചൊവ്വാഴ്ച ദിവസത്തിൽ ഓൺലൈൻ ഉള്ള അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്. വൈകുന്നേരത്തെ അച്ഛൻ്റെ പ്രാർത്ഥന അത് നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകുന്ന സമയത്തെല്ലാം ഞാൻ ഈ ഉപ്പായിട്ടാണ് ഞാൻ RDD ഓഫീസിൽ പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു അപ്പോയിൻമെൻറ്റ് പാസ്സായി എടുക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അധ്യാപകർ എന്നോട് പറയും കാശുരൂപം കയ്യിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അങ്ങനെ കാശുരൂപമൊക്കെ കൊണ്ടാണ് ഞാൻ RDD ഓഫീസ് എറണാകുളത്ത് പോകുന്നത്. അവിടെ ഞാൻ ഉപ്പൊക്കെ അവർ കാണാതെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു. എൻ്റെ അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ മാതാവ് ഈശോയും പാസ്സാക്കി തന്നു. ഇത്ര നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ആദ്യമേ തന്നെ സർവശക്തനായ ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി. ശരി പറഞ്ഞ പോലെ വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട്. ഞാൻ പലതവണ 2022 ശരൺ ഇവിടെ വരുമ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ അന്ന് എനിക്ക് അതിന് ശേഷം ഞാൻ ഒത്തിരി തവണ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഉടമ്പടി പാലിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു വലിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതൊന്ന്. പിന്നെ എനിക്ക് പലപ്പോഴും ഞാൻ ദൈവത്തിനോട് ഒന്നും ചോദിച്ച് വാങ്ങാത്ത ഒരു വ്യക്തിയാണ്. ഞാനത് ക്വാളിഫൈ ആണെങ്കിൽ മാത്രം ദൈവം എനിക്ക് തന്നാൽ മതി എന്നൊരു എനിക്ക് വിചിത്രമായ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ അതിനെല്ലാം ദൈവം അത് മാറ്റി തന്നു. ആ ഒരു ക്വാളിഫൈ എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ ഞാൻ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത്. കാരണം പലപ്പോഴും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ അതുപോലെ ജീവിക്കും. പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ അത്രയും ആഴത്തിൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല. കുർബാനയ്ക്ക് പോകാറുണ്ട്, പക്ഷേ ഞായറാഴ്ചകൾ മാത്രം. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിലൂടെ ആയിരുന്നില്ല ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മാറ്റം എൻ്റെ കുഞ്ഞിന് വന്ന ഒരു വലിയൊരു അപകടത്തിൽ നിന്നും അമ്മ മാതാവും ഈശോയും രക്ഷിച്ചത് അത് വലിയൊരു അത്ഭുതം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഒരിക്കലും അത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതും ഇത്രയും കുറഞ്ഞ ഒരു കുഞ്ഞിന് ഇത്രയും ഒരു മാരകമായിട്ടൊരു അസുഖം വരും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ അവിടെ നിന്നും എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈശോയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുള്ള കാരണം അന്ന് ഷെറിൻ ഇവിടെ 28-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഷെറിൻ പറഞ്ഞ പോലെ അനുചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഷെറിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഷെറിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ പോകണം. പക്ഷേ എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി, എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാ ഉടമ്പടി? അങ്ങനെയാണ് ഞാൻ 29-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു റിട്ടയർ സാറുണ്ട്. അപ്പോൾ ജോസാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, റിപ്പോർട്ടെല്ലാം ജോസാനെയും മനസ്സിലായി. അപ്പോൾ ജോസാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു മിറാക്കിളാണ് നടക്കേണ്ടത്. അപ്പോൾ ജോസാർ പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 27 വർഷം മുമ്പ് ജോസാരുടെ മകനും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് ജോസാർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടാണ് മകനെ തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതെല്ലാം ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എനിക്ക് തോന്നി എനിക്ക് ഇനി വേറൊരു മാർഗ്ഗമില്ല, ഈശോയോട് ചെന്ന് പ്രാർത്ഥിക്കുക തന്നെ വേണം.
എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ആവശ്യമുണ്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ എന്തൊക്കെയാണ് പാലിക്കാനുള്ളത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു ആത്മീയമായിട്ടുള്ള വലിയൊരു മാറ്റത്തിന് വേണ്ടിയാണ്. ചിലപ്പോൾ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരാം, പക്ഷേ അതിനേക്കാളുപരി ഞാൻ എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ആത്മീയമായ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വളരാനുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും കുർബാന ഞാൻ ഒരിക്കലും മടക്കിയിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പരമാവധി പള്ളിയിൽ പോയി കുർബാന കൂടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ കുർബാന കൂടും. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന. ശരിയും പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പലപ്പോഴും വൈകിയാണ് ജോലിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനുള്ള സമയം ഞങ്ങൾ ഒരിക്കലും കണ്ടെത്താറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വലിയൊരു മാറ്റം, കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ കുടുംബ പ്രാർത്ഥന ചെല്ലാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം ഇത് വലിയൊരു ആപത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നൊരു കുറ്റബോധം പലപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു മടി എപ്പോഴും ഉണ്ടായത്. കാരണം വൈകി ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുടുംബ പ്രാർത്ഥന ചെല്ലണോ വേണ്ടേ എന്നൊരു വലിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എല്ലാം മാറി. ഇപ്പോൾ എല്ലാ ദിവസവും ഞാനും എൻ്റെ വൈഫും കുട്ടികളെല്ലാവരും ചേർന്ന്, ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ശരിയും പറഞ്ഞ പോലെ കുടുംബ പ്രാർത്ഥനയിലൂടെയാണ് കാണിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത് എന്നൊരു സത്യമാണ്. ഒരിക്കൽ കൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു. ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30:2. മെറിറ്റ് പോയ നിമിഷങ്ങളിൽ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന നിമിഷങ്ങളിൽ മെഡിക്കൽ ഫീൽഡിനെ നമ്മൾ ഒത്തിരി ആശ്രയിച്ചു. പക്ഷേങ്കിൽ അവിടെയും അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ ഈ മക്കൾ 2 പേരും വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞു മകനെ ഈശോ അമ്മയെ തിരിച്ചു നൽകുകയാണ്. എല്ലാ മെറിറ്റും പോയപ്പോഴും ദൈവത്തിൻ്റെ കൃപയാലാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ മകൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, June 2. ഈ മകൻ്റെ ബർത്ത്ഡേക്ക് തന്നെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയാൻ, തിരിഞ്ഞു കിട്ടിയ ജീവിതത്തിന് വേണ്ടി നന്ദി പറയുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നത്. സങ്കീർത്തനം 68:20 പറയുന്ന പോലെ, എൻ്റെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്ന് എന്നെ മോചനം നൽകേണ്ട ദൈവമായ കർത്താവാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത്. ഒരിക്കലും മറക്കാത്ത അമ്മയാണ്, സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസന അമ്മ. മെറിറ്റില്ലാത്ത സമയത്തും വർഷങ്ങളും മാസങ്ങളും കടന്നു പോയെങ്കിലും എല്ലാത്തിനും മേൽ അധികാരമുള്ള ഒരമ്മയാണ് കൃപാസന അമ്മ. സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് സഞ്ചാരി മാതാവ് യാത്ര ചെയ്ത ഹോസ്പിറ്റലിൽ പോയി ഈ മോനെ തൊട്ട് സുഖപ്പെടുത്തി. എല്ലാം ഈശോയുടെ അമ്മയുടെയും ഒരു വലിയ കൃപയാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്. അതുപോലെ തന്നെയാണ് സെറ്റ് എക്സാം എഴുതിയിട്ട് ഈ മകൾ 2 പ്രാവശ്യം എഴുതി ഫെയിലായി. പിന്നീട് ഈശോയുടെ അമ്മയുടെ മെറിറ്റ് കൊണ്ടാണ് പിന്നീട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 3-ാം പ്രാവശ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് സെറ്റ് എക്സാം പാസ്സാവുകയും പിന്നീടുള്ള ജോലിയാണ്, പെർമനൻറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അവിടെയും ഈശോയുടെ അമ്മയുടെയും അനുഗ്രഹമാണ്. ഒരു ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് പോസ്റ്റ് നൽകി ഒരു പെർമനൻറ്റ് ജോലി നൽകിയാണ് ഈ മക്കളെ അനുഗ്രഹിച്ചത്. ഇവിടെയെല്ലാം ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മളൊരിക്കലും മറക്കാത്ത, കൈവിടാത്ത ഒരമ്മയാണ് കൃപാസനം അമ്മ. ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിലായിരിക്കണമെന്ന് മാത്രമേ, നമ്മുടെ വിശ്വാസത്തിലധികം വിശ്വസ്തതയും ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് നാം നോക്കേണ്ടത്. ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്ക വിധം നമ്മൾ ആ വ്യക്തികളാണോ എന്നാണ് നാം ചെക്ക് ചെയ്യേണ്ടത്. ഉടമ്പടിയിലാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉറപ്പാണ്. ഉടമ്പടി ജീവിതത്തിൽ അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തിൽ നമ്മൾ അമ്മയുടെ അടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ശക്തിയും ധൈര്യവും നൽകുന്നത് അമ്മയാണ്. ആ അമ്മയുടെ അരികിലേക്ക് നമ്മുടെ കണ്ണുനീരുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, പ്രതിസന്ധികൾ എന്ത് തന്നെ ആവാം, രോഗാവസ്ഥയാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, ജോലിയില്ലായ്മയാവാം, എന്തു തന്നെ ആയാലും അമ്മയുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ കരം പിടിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ഷെറിൻ പെരേരയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.